ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 2 ആണ് കേട്ടോ. അപ്പോൾ കനിവായ് നിലാവായ്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താ നമുക്ക് കാണുന്നത്? ഒരു ചെറിയൊരു പെൺകുട്ടി ചുമരിൽ നിറയെ ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് അല്ലേ. എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട്. അപ്പോൾ താഴെ എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. അമ്മ ഇത് കണ്ടോ, നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു. ജോലി കഴിഞ്ഞ് എത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി. നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും. അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു. എന്താണ് വാവ എഴുതിയിട്ടുള്ളത്? അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയെ എനിക്കിഷ്ടമാണ് അല്ലേ. അങ്ങനെ എത്രയോ പ്രാവശ്യം അമ്മയെ എനിക്കിഷ്ടമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ. അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം? പറഞ്ഞു നോക്കൂ. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കൾ ചുമരിലൊക്കെ വരച്ചിരുന്നത് സാധാരണയാണ് അല്ലേ. അപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലോ എന്താണ് നല്ല വഴക്കൊന്നും പറയാതെ സ്നേഹത്തിൽ പറയുകയാണെങ്കിൽ മക്കൾക്ക് ഒന്നും കൂടെ സ്നേഹം കൂടൂലേ അമ്മമാരോട്. അപ്പോൾ അമ്മ ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ ആലോചിച്ച് അമ്മയ്ക്കും കണ്ണ് നിറഞ്ഞത്. എന്താണ്, അമ്മ ആ വാൾപേപ്പറൊക്കെ നാശമാക്കിയല്ലോ എന്ന് വിചാരിച്ച് ദേഷ്യം പിടിച്ച് പോയ സമയത്ത് അമ്മ എന്താ ചുമരിൽ എഴുതിയത് കാണുന്നത്? അമ്മയോടുള്ള ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മക്ക് എന്താണ് അറിയാതെ കണ്ണ് നിറഞ്ഞു പോവാണ്. ഇനി നമുക്ക് നമ്മുടെ കഥ വായിച്ചാലോ. ഇതും ഒരു സ്നേഹത്തെ പറ്റിയിട്ടുള്ള കഥയാണ് കേട്ടോ. അപ്പോൾ കഥയുടെ പേരാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. അപ്പോൾ ചിത്രത്തിൽ ഊഞ്ഞാലാടി ഉയർന്നു പൊങ്ങുന്നതൊക്കെ കാണുന്നുണ്ടല്ലേ. ഊഞ്ഞാലാടുന്നത് മരച്ചില്ലയിലാണോ? അല്ല അല്ലേ, ഒരു കൈയുടെ ചിത്രമാണുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. ഉണ്ണിക്കുട്ടൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട്. ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ്. അവന് 7 or 8 വയസ്സുണ്ടാവും. ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത്. തിരുവാതിര കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ്. അവർ പാട്ടുപാടുന്നുമുണ്ട്. കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തു രസം. അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയും. മരച്ചില്ലകളും ഇലകളും തലയ്ക്കു മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും. അമ്പിളി അമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തി നോക്കുന്നൊരു വികൃതി പയ്യനാവും. ഹായ്, അതോർത്തപ്പോൾ ഉണ്ണിക്കുട്ടന് ഇരിക്കപ്പൊറുതിയില്ലാതെയായി. മുത്തശ്ശി, എനിക്കും വേണൊരു ഊഞ്ഞാൽ, അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ്. മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ്. ചെവിയുടെ ഒരിത്തിരിയും കേൾക്കില്ല. ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു. മുത്തശ്ശി, എനിക്കും വേണൊരു ഊഞ്ഞാൽ, അമ്മ വരുമ്പം കൊണ്ടുവരും മോനെ. ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു. അതല്ല മുത്തശ്ശി, അവന് കാര്യം മനസ്സിലായി. വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും. അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത്. അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി. അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല. അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി. അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം. എന്തൊക്കെ പൂക്കളാണതിൽ! ഉണ്ണിക്കണ്ണന് നോക്കിയിട്ട് മതി വന്നില്ല. പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ. അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി അവൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്തു നിന്ന് ഒരു ശബ്ദം. എന്തിനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്? ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ. അമ്മ മകനെ ഓരത്ത് മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു. ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ. അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ?
ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും, മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും. അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല. അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും. വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും. നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും. ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും. ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും. അമ്മ അവനെ പിടിച്ചു കുലുക്കും. മോനെ, ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും. അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ്. അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും, എന്നെ എടുക്കൂ അമ്മേ. അയ്യയ്യേ, നിന്റെ ഉണ്ണി, നിനക്ക് കുറവില്ലേ? ഇത്ര പോന്നൊരു ചെറു ബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ? അമ്മ അവനെ കളിയാക്കും. കൊലായിലോളം മതി, അവൻ അമ്മയെ തടുത്തിട്ട് പറയും. പിന്നെ അമ്മയ്ക്ക് ഒഴിവക്കഴിവൊന്നുമില്ല. വലതു കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടത് കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വയ്ക്കും. അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും. അവൻ ഒക്കിൽ പറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും. അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും. അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. പൂക്കൾ അവൻ ഇഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും. പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല. അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരു നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി. മെലിഞ്ഞ് കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു. അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല, പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്. പല്ല് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവന് ഒരു അലോഗ്യവുമില്ല. ആ വിരലുകൾ അങ്ങനെയല്ല. തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും. അതൊട്ടും സഹിക്കാൻ കഴിയില്ല. പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ള നിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. അതിനു ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം. കൂന്നു കൂന്നാണ് മുത്തശ്ശി നടക്കുക. അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകത്ത് ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും. മുത്തശ്ശിയായതുകൊണ്ട് അത് വയ്യ. എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട്. കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു, മോനെ ഉണ്ണി, നിനക്ക് വിശക്കുന്നുണ്ടോ? അതല്ല മുത്തശ്ശി, അവൻ കതിന പൊട്ടിച്ചു. എനിക്കൊരു ഊഞ്ഞാല് വേണം. ഇത്തവണ കണക്കിനു പറ്റി. ഉണ്ണിക്കണ്ണൻ്റെ കതിനവെടി മുത്തശ്ശിയുടെ കാതിലെത്തി. ഊഞ്ഞാലോ? അതെന്തിനാ? ആടാനാണ് മുത്തശ്ശി. ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം, ഇലകൾ പറിച്ചെടുക്കണം, കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശിയുടെ മെലിഞ്ഞ നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു. മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു. അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ്. പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട്. അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും. ഉറങ്ങാനുള്ള എന്തോ മയക്ക് വിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ. അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ, മുത്തശ്ശി, എനിക്കൊരു ഊഞ്ഞാൽ. എഴുതിയിരിക്കുന്നത് തിക്കോടിയൻ എന്ന ഒരു എഴുത്തുകാരനാണ്. രാക്ഷസൻ്റെ ചിരി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ കഥ മക്കൾ വായിച്ചല്ലോ. കഥ ഇഷ്ടമായോ? ആരൊക്കെയാണ് കഥയിൽ ആരൊക്കെയാണ് ഉള്ളത്? മുത്തശ്ശിയുണ്ട്, ഉണ്ണിക്കണ്ണനുണ്ട്, അമ്മയുണ്ട് അല്ലേ, പിന്നെ അവിടെയുള്ള ആ ഒരു മുതലാളി ഉണ്ട് അല്ലേ. പിന്നെയോ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ. തിക്കോടിയൻ്റെ രാക്ഷസൻ്റെ ചിരി എന്ന കഥയിലെ ചെറിയൊരു ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥ. കഥയിൽ 3-4 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷ്കളങ്കനായ 7 വയസ്സുള്ള ഉണ്ണിക്കണ്ണനെയാണ്. തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നാണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കണ്ണന് അതിയായ ഇഷ്ടമുണ്ടാകുന്നത്. ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് ഒരു ഊഞ്ഞാൽ വേണമെന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട്. സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് ഇവരുടെ കുടുംബമെന്ന് കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ വീട്ടുജോലിക്ക് പോവുകയും വരുമ്പോൾ അവിടെ നിന്നും കൊണ്ടുവരുന്ന ചോറും കറിയും തണുത്ത പപ്പടവുമാണ് അവരുടെ ഭക്ഷണം. അധിക ദിവസവും നേരം വൈകി എത്തുന്ന അമ്മ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയാണ് ഉണ്ണിക്കണ്ണന് ഭക്ഷണം കൊടുക്കാറ്. ഇതിലൊന്നും അവന് പരാതിയില്ല. അവൻ്റെ സാഹചര്യം അവന് നന്നായി അറിയാം.
7 വയസ്സായ കുട്ടിയായെങ്കിലും അമ്മയുടെ ഒക്കത്ത് കയറിയും മുത്തശ്ശിയുടെ മടിയിലിരുന്നും കളിക്കാനാണ് അവനിഷ്ടം. അമ്മയോടും മുത്തശ്ശിയോടുമുള്ള അവൻ്റെ സ്നേഹം നമുക്കിവിടെ കാണാൻ പറ്റും. അതേസമയം വലിയ വീട്ടിലെ ദേഷ്യക്കാരനായ കാരണവരോടുള്ള അവൻ്റെ പേടിയും നമുക്ക് കാണാം. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് കഥയിലെ ഉണ്ണിക്കണ്ണൻ. അടുത്ത ചോദ്യം, വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം. വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും. ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത്. സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് ഇവരുടെ കുടുംബം. ഉണ്ണിക്കണ്ണൻ്റെ അമ്മ വേറൊരു വലിയ വീട്ടിൽ ജോലിക്ക് പോയാണ് അവരുടെ കുടുംബത്തെ നോക്കുന്നത്. ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തണുത്താറിയ ചോറും കറിയും തണുത്ത തൂവാല പോലെ ആയ പപ്പടവുമാണ് അവന് കിട്ടിയിരുന്ന ഭക്ഷണം. കഥയിൽ എഴുത്തുകാരൻ ഉപയോഗിച്ച ഈ വാക്കുകൾ മാത്രം മതി അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ. മിക്കവാറും രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കാം അമ്മ ഉണ്ണിക്കണ്ണന് കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കാം തണുത്താറിയ ചോറും കറിയും എന്ന പ്രയോഗം ടിക്കോടിയൻ ഉപയോഗിച്ചിരിക്കുന്നത്. അമ്മ വരാൻ വളരെ വൈകുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോകുമായിരുന്നു. അവനെ ഉറക്കത്തിൽ നിന്നും എടുത്താണ് മിക്ക ദിവസവും അമ്മ ഭക്ഷണം കൊടുത്തിരുന്നത്. വിശപ്പിൻ്റെ വില അറിയുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യൂ. ഇവയിൽ നിന്നെല്ലാം ആ വീട്ടിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, സ്നേഹാനുഭവം. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം. മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മുത്തശ്ശി: പക്ഷിക്കൂടാം കാതും വച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റില പാക്കും നൂറുമായി ഉമ്മറവാതിലിലെത്തുന്നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടായില്ലേ? മുത്തശ്ശി, മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ, നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ. അതിന് യോജിച്ച പേരും നൽകുമല്ലോ. എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം. പതിപ്പിനും വേണം നല്ലൊരു പേര്. നിങ്ങളിൽ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കാണ്, നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം ഇതിലെഴുതി ചേർക്കാം കേട്ടോ. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നത് നമ്മെ ഏറെ സ്നേഹിക്കുന്നവരാണ്. സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായ ഒരു കഥ ഞാൻ ഇവിടെ പറയാം. ഒരു ദിവസം ഞാനും എൻ്റെ അനിയനും മദ്രസ വിട്ട് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ സ്പീഡിൽ വന്ന് എന്നെ തട്ടി. ഞാൻ റോഡ് സൈഡിലേക്ക് വീണു. എന്നാൽ ആ കാറുകാരൻ ഒന്നും നിർത്തിയില്ല. ഭാഗ്യത്തിന് സാരമായ പരിക്കുകളൊന്നുമില്ലായിരുന്നു. ഇത് കണ്ട അനിയൻ പേടിച്ച് എന്നെ ഒന്ന് നോക്കി കാറിൻ്റെ പിന്നാലെ ഓടി. കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസ്സിന് എറിഞ്ഞു. പിന്നിലെ ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് പോലീസുകാർ പെട്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ നിന്നും എന്നും വഴക്കായ ഞങ്ങളുടെ ഇടയിലെ സ്നേഹം. അടുത്ത ചോദ്യം, കഥ തുടരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഊഞ്ഞാലിൽ കളിക്കാനല്ലേ? ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി. അവന് പരിക്ക് പറ്റി. പാവം, അവൻ കരഞ്ഞു. ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക? അമ്മ, കൂട്ടുകാർ, അച്ഛൻ? അവർ അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആദ്യം ഓടിയെത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും അമ്മയാകും. അമ്മ അവനെ കോരിയെടുത്ത് നെറുകയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാകും. അവനെ ഒക്കത്തെടുത്തു വെച്ച് ആശ്വസിപ്പിച്ചിട്ടുണ്ടാകാം. ഉണ്ണിക്കുട്ടന് വേദനിച്ചോ? ഊഞ്ഞാലിൽ കയറുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്നെല്ലാം അമ്മ ചോദിച്ചിട്ടുണ്ടാവാം. വേദന മറക്കാൻ മുത്തശ്ശിയും അമ്മയും കഥ പറയുകയും പാട്ടുപാടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ മക്കളെ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗവും പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.